നമ്മുടെ നഴ്സറിയിൽ കൊടുക്കാറായി നിൽക്കുന്ന ബഡ് ജാതി തൈകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് 2 തട്ടിൻ്റെയും 3 തട്ടിൻ്റെയും തൈകളുണ്ട്. ഇതുപോലെ 3 തട്ടായ തൈകളാണ് കൊടുക്കാറായത്. ഇതിന് ഒരു തട്ടിന് ഒരടിയോളം ഉയരം വരുന്നുണ്ട്. ഇങ്ങനത്തെ തൈകളാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ ആരംഭിച്ചതുകൊണ്ട് ജാതി തൈകൾക്കൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്താണ് ജാതി തൈകൾ വെക്കാൻ ഏറ്റവും നല്ലത്. ഇതിപ്പം 2 തട്ടുള്ള ജാതി തൈയാണ്. ഇപ്പോൾ ജാതി തൈ നിറച്ച് വെച്ചിരിക്കുന്നത് 10-18 കവറിൻ്റെ അകത്താണ് ഇതൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത്. അതിന് വലിപ്പമുള്ള കവറിൻ്റെ അകത്താണ്. അതിനപ്പം 4 തട്ടായി തുടങ്ങിയ ജാതി. നമ്മുടെ നഴ്സറി ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണൂരിൽ നിന്ന് 44 കിലോമീറ്ററോളം വരും ആലക്കോട്ടേക്ക്. ഇവിടെ ഡെലിവറിയോ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് തൈകളൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. സാധാരണ ജാതി തൈ കുഴിച്ചു വെക്കുമ്പോൾ ചോട്ടിൽ വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം ഇപ്പം മഴ കൂടുതലായതിൻ്റെ പേരിൽ ജാതി തൈ വെച്ച് കഴിയുമ്പോൾ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടന്ന ജാതി ചീഞ്ഞു പോവുകയും, അതുപോലെ ജാതി തൈക്ക് നമ്മൾ ബോഡമിശ്രിതം അടിക്കേണ്ടതാണ്. ബോഡമിശ്രിതം അടിച്ചില്ലെങ്കിൽ ഇതുപോലെ ജാതിയുടെ ഇല ഇങ്ങനെ വട്ടത്തിലായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോകും, കേടുവരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ജൂൺ അവസാനത്തോടെ മഴ കൂടുതലായതിൻ്റെ പേരിൽ ജാതിക്ക് ഇതുപോലെയുള്ള കേട് കൂടുതലായി. ജൂണിൽ മഴ കുറവായതിൻ്റെ പേര് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കൂടുതലാണെങ്കിൽ ഇതുപോലെ ഇലയ്ക്ക് കേട് പിടിച്ച് മുഴുവൻ പൊഴിഞ്ഞു പോകും. അടുത്ത വർഷം അപ്പോൾ കായ് തീരെ കുറവായി പോകും. നമ്മൾ ജാതിത്തൈ കുഴിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ജാതിത്തൈയുടെ ചോട്ടിൽ ബഡ് മൂടാത്ത രീതിയിലാണ് മണ്ണിട്ട് ജാതിത്തൈ നമ്മൾ കുഴിച്ച് വെക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ പ്രാവശ്യവും ജാതിത്തൈക്ക് 2-3 പ്രാവശ്യം വളം ഇടുമ്പോൾ ജാതിത്തൈയുടെ ചോട്ടിൽ ലേശിച്ച മണ്ണിട്ട് കൊടുത്താൽ വളം മൂടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജാതി ഒരു 5-6 വർഷം കൊണ്ട് നമ്മുടെ ബഡ്, അതായത് കാട്ടുജാതിയിലാണ് ബഡ് ചെയ്യുന്നതെങ്കിൽ ആ കാട്ടുജാതിയിൽ ബഡ് മൂടിപ്പോകുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും സംശയമാണ്, ബഡ് മൂടിപ്പോയാൽ ജാതിക്ക് എന്തെങ്കിലും സംഭവിക്കും. ജാതിക്കൊന്നും സംഭവിക്കുകയില്ല. ജാതിയുടെ ബഡ് മൂടിപ്പോകുന്നതാണ് നല്ലത്. അപ്പം അതിന് നമ്മൾ പുതിയ മണ്ണ് ഇടയ്ക്ക് വല്ലപ്പോഴും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, വളം മൂടിപ്പോകാൻ മാത്രം. കാരണം അതിൻ്റെ ചോറ് കളയ്ക്കാൻ പറ്റിയല്ലോ. ചോറ് കളയ്ക്കാൻ പറ്റിയാലാത്തതിൻ്റെ പേരിൽ നമ്മൾ എല്ലുപൊടിയോ കുമ്മായം വേപ്പിമണ്ണാക്ക്, അതുപോലെ തന്നെ പൊട്ടാഷ്, ബാക്ടംബോസ്, പിന്നെ നമ്മൾ കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ബോറോൺ ഒരു 2 പ്രാവശ്യം ഇട്ട് കൊടുക്കും. ബോറോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജാതിയുടെ കാ പൊഴിച്ചിൽ കുറവ് കിട്ടും. ഇല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ജാതിയുടെ കാ പൊഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. ബോറോൺ ഇട്ട് കൊടുക്കുന്നത് ജാതിക്ക് നല്ലതാണ്, കായ്ക്കാൻ തുടങ്ങിയ ജാതിക്ക്. ബഡ് ജാതി ആകുമ്പോൾ ആദ്യം കായ്ക്കുമ്പം 3 കൊല്ലം കൊണ്ട് കായ്ക്കാൻ തുടങ്ങുമ്പോൾ 2-3 കായയെ നമ്മൾ നിർത്താവുള്ളൂ. കാരണം കൂടുതൽ കായ്ച്ചു കഴിഞ്ഞാൽ ജാതി പിന്നെ വളർച്ചയെ ബാധിക്കും, അതിന് ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കായയെ ആദ്യം നിർത്താവുള്ളൂ. ഒരു 6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ജാതി നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങുന്നത്.